சின்சியாரிட்டி இல்ல அப்படின்னு நீங்க எப்படி சொல்லலாம்? ரெண்டு பேருக்கும் மனசுன்னு ஒண்ணு இருக்கு. பிரேக்கப் ஆனா ரெண்டு பேருக்கும் வலிக்கும். ஆனா ஒரு ஆணுக்கு எப்படி தெரியுங்களா? அவரோட லைஃப்ல இன்னொருத்தவன வர்ற வரைக்கும் மட்டும்தான் அது ரொம்ப வலிக்கும். அதுக்கப்புறம் அவங்க சொல்லுவாங்க, வைஃப் கிட்ட எப்படி சொல்லுவாங்கன்னா, அவ என்னோட எக்ஸ், என் லைஃப்ல அவ முன்னாடி இருந்தா அப்படின்னு சொல்லுவாங்க. இதே நாங்க இன்னொருத்தரை கல்யாணம் பண்ணிட்டு போய் அவர்கிட்ட சொல்ல முடியுமா, அவர் என்னோட எக்ஸ் அப்படின்னு பார்த்து சொல்ல முடியுமா? அப்ப நாங்க எப்படி தவிப்போம் தெரியுமா? நீங்க 2 மாசம் நாங்க உங்களை லவ் பண்ணிருக்கோம். 20 வருஷம் எங்களோட பேரண்ட்ஸ் எங்களை கஷ்டப்பட்டு வளர்த்திருக்காங்க. நாங்க என்ன நினைச்சோமோ அதை அடுத்த செகண்ட்ல வாங்கி கொடுத்து வளர்த்திருக்காங்க. அவங்களுக்காக நாங்க இன்னொரு லைஃபை ஏத்துக்கிறதுல என்ன தப்பு இருக்கு? ഇത് എല്ലാ പെൺകുട്ടികളുടെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആൺകുട്ടികളെ തേക്കാൻ പറയുന്ന മെയിൻ ഡയലോഗാണ് എനിക്ക് അച്ഛനും അമ്മയാണ് വലുത് എന്ന്. എനിക്ക് അച്ഛനും അമ്മയാണ് വലുതെങ്കിൽ ഒരു പയ്യൻ വന്ന് ഐ ലവ് യു പറയുമ്പം അച്ഛൻ്റെ അമ്മയുടെ കൂടെ ചോദിച്ചിട്ട് ഞാൻ വന്ന് പറയാം ഐ ലവ് യു ടു ചേട്ടാ എന്ന് പറയണം. അവനുമായിട്ട് പാർക്കിൽ കറങ്ങി നടക്കുമ്പോൾ അച്ഛനും അമ്മയില്ല, അവനുമായിട്ട് ബീച്ചിൽ പോകുമ്പോൾ അച്ഛനും അമ്മയില്ല, അവനുമായിട്ട് ബൈക്കിൽ കറങ്ങി നടക്കുമ്പോൾ അച്ഛനും അമ്മയില്ല, 6-7 വർഷം സ്നേഹിക്കുമ്പോൾ അച്ഛനും അമ്മയില്ല. അപ്പോൾ അവർ അപ്രത്യക്ഷമായിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിലറിയുമ്പം ഇല്ലെങ്കിൽ ഒരു കല്യാണാലോചന വരുമ്പം അച്ഛനും അമ്മയും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമല്ലേ. ഇതിനെ തേപ്പെന്നാണ് പറയുന്നത്. പെൺപിള്ളേരെന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ജീവിതകാലം മുഴുവൻ താണ്ടി ഇതേ വീഡിയോയിൽ കണ്ട പോലത്തെ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെ എല്ലാം മെയിൻ പരിപാടി. തേപ്പ് എപ്പോഴും തേപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇനിയും തേപ്പ് കിട്ടാനിരിക്കുന്നവരെയും ഇനിയും ഭാവിയിൽ തേപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളവരെയും ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.